കടമെടുക്കാനൊരുങ്ങി സർക്കാർ. കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ച പരിധി അവസാനിച്ചതോടെയാണ് സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. അതേസമയം ധനപ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാനം കേന്ദ്രത്തിന് കത്തെഴുതും. വായ്പത്തുക കണ്ണൂർ ആസ്ഥാനമായുള്ള സഹകരണ ബാങ്ക് വഴിയാണ് കൈകാര്യം ചെയ്യുക. സംസ്ഥാനത്ത് ധനപ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് ശമ്പളം നൽകാൻ കടമെടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത്. ശമ്പളവും പെൻഷനും വിതരണം ചെയ്യാൻ ബുദ്ധിമുട്ടായതോടെയാണ് സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുന്നത്. ചെലവഴിക്കാത്ത പദ്ധതി വിഹിതത്തിന് പുറമെ വായ്പ എടുത്ത ശമ്പളം നൽകിക്കൊണ്ട് ധനപ്രതിസന്ധി പരിഹരിക്കും. സാമൂഹ്യ പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച പെൻഷൻ കമ്പനിയായിരിക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുക്കുക. ഈ പണം ശമ്പളം നൽകിക്കൊണ്ട് നിലവിലെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ധനവകുപ്പും കരുതുന്നത്. ഇത്തരത്തിൽ വായ്പ എടുക്കുന്ന തുകയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നിൽക്കും. വായ്പ 1.5 വർഷം കൊണ്ട് അടച്ചു തീർക്കാമെന്നും ധാരണയായിട്ടുണ്ട്. നിലവിൽ ആവശ്യത്തിന് പണം കയ്യിലുള്ള പ്രാഥമിക സഹകരണ സൊസൈറ്റികൾ, കാർഷിക സഹകരണ സൊസൈറ്റികൾ, എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവയുടെ കൺസോർഷ്യമാകും വായ്പ എടുക്കുക. കണ്ണൂരിലെ മാടായി സഹകരണ ബാങ്ക് കൺസോർഷ്യം വഴി ലഭിക്കുന്ന ഫണ്ട് കൈകാര്യം ചെയ്യും. ഇത്തരത്തിൽ വായ്പ എടുക്കുന്ന തുക നിക്ഷേപിക്കാനായി കേരള ബാങ്കിൽ പുതിയ അക്കൗണ്ട് തുടങ്ങാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം.